അതിപ്പോൾ അത് ഉപയോഗിച്ച് പിറ്റേ ദിവസം രാവിലെ പള്ളി വരുമ്പോഴത്തേക്കും അന്ന് രാത്രി പള്ളി വരുമ്പോഴത്തേക്കെല്ലാം ഈ ലാൻറ്റേൺ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ലാൻറ്റേൺ വെക്കുന്ന ഒരു റാന്തലുകൾക്കായി വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. എല്ലാവർക്കും ഒരു ചാപ്പലിൽ ഒരു 15 ആ സ്റ്റാൻഡ് കാണും. അതിപ്പോൾ ഓരോരുത്തരും എടുത്ത് അവരോട് കൊണ്ടുവച്ച് ഈ ലാൻറ്റേൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നതുമൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇവർ എന്നോട് പറഞ്ഞു. ഞാനും അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിനെ ഞാനിവിടെ പോയിരുന്നു. ലാൻറ്റേണുണ്ട്, തിരി താത്ത് വെച്ചിരിക്കുക എന്ന് പറയും. അപ്പം ഒരാൾ പള്ളിയുടെ കിഴക്കുവശത്തു നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. നല്ല നീളമൊക്കെ. ഞാൻ ഭയന്നു പോയി ഇതാരാണെന്ന്. ഞാൻ ഇറങ്ങി ഓടണമെന്ന് വിചാരിച്ചു. അപ്പം നോക്കി പള്ളിയിൽ സെക്കൻഡ് ബെല്ലടിക്കാൻ വന്നതാണ്. അതൊന്ന് ബെല്ലടിച്ചു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ബെല്ലടിച്ച് പപ്പായും കയറിയിരുന്നു, മമ്മിയും കയറിയിരുന്നു. അവരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കസേരയൊന്നുമില്ല, താഴെയായിരിക്കുന്നത്. പുൽപ്പായുണ്ട്, അതേലായിരിക്കും. പപ്പായുടെ ബാക്കിലായിട്ടാണ് മമ്മി ഇരുന്നുകൊണ്ടിരുന്നത്. ഒരു 4 അടി വിട്ടിട്ട് പോയി. അങ്ങനെ ഒരു ലൈഫ് അവരുടെ കൂടെയൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. പപ്പായുടെ മമ്മിയുടെ കൂടെ അത് 59 മരിക്കുന്നത്. നമ്മുടെ കല്യാണം 60-ലായിരുന്നു. മമ്മിയുടെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ റമ്പാച്ചന് കോളേജിൽ ഞാൻ 53 ഇറങ്ങി. 51 to 53 ആയിരുന്നു. ഇന്റർമീഡിയറ്റ് വരെ പഠിച്ചിട്ടുള്ളൂ. അന്നൊക്കെ പപ്പായായിട്ടുള്ള അന്നും അവിടെ കോളേജ് വരും. അവിടെ ചാപ്പലില്ല ആയിരുന്നു മെഡിറ്റേഷനായിട്ട് വരും. പ്രിൻസിപ്പലിൻ്റെ വീട്ടിലാണ് അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. പപ്പായ ഓപ്പോസിറ്റിൽ അവിടെ CNI ഇവരുടെ CSIക്കാരുടെ ഇത് അവിടെയായിരുന്നു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. ഒരു ദിവസം വന്ന് ഇരിക്കാൻ ഗോഡ് ബ്ലസ് യു അങ്കിൾ ആൻഡ് ആൻറ്റി. ഇത് നമുക്ക് നല്ല രീതിയിൽ തുറന്ന് ഒരു പ്രസിദ്ധീകരണം കൊണ്ടുവരാൻ ഞാൻ